ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാകും, എന്നാലും ഇത് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ദാഹി പൂരി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ദാഹി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിപൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയൊരു പൂരി ഉണ്ടാക്കാനുണ്ട് ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് റവ ഇതുപോലെ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കാണ്ട് നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നന്നായിട്ട് പൊടിച്ചിട്ട് വേണം എടുക്കാൻ, എന്നാലേ നല്ല ഫൈനായിട്ടുള്ള പൊടി ആവുള്ളൂ. എന്നിട്ടത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പ് റവയിലേക്ക് നമുക്ക് വേണ്ടത് 1/4 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. അത് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് റവ വെച്ചിട്ടുള്ളൊരു പൂരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഹാർഡായിരിക്കും നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാ പച്ചവെള്ളം എടുക്കരുത്, ചെറിയൊരു ചൂടുള്ള വെള്ളം എടുക്കണം. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പം 1 കപ്പ് റവയിലേക്ക് 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് 1/4 കപ്പും കുറച്ചുകൂടെ മതിയാകും. അപ്പോൾ ഇതിപ്പം 1/2 കപ്പ് കുറേശ്ശെ ഒഴിച്ചിട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന റവയ്ക്ക് അനുസരിച്ചിരിക്കും ഈ ഒരു ഇതിലേക്കുള്ള വെള്ളം എടുക്കാൻ. അപ്പോൾ എപ്പോഴും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹാർഡായിട്ടുള്ള മാവായിരിക്കും, കാരണം റവ അറിയാമല്ലോ, നമ്മൾ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം വെള്ളം വേണം ഈ ഒരു മാവിൽ. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബോളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന പരുവാണ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ ഇത് ചിലപ്പം ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം 2 ബാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒരു ടൈമിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഒരുമിച്ചാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ചിലപ്പം ഒരുമിച്ച് പറ്റില്ല, അപ്പം കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള കറക്റ്റ് പരുവത്തിൽ മാവ് വന്നിട്ടുണ്ട്. പിന്നെ റവയുടെ കേസ് നമുക്കറിയാമല്ലോ, റവയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥവാ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല മാവിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല മാവായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ബോളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിങ്ങനെ ബ്ലെൻഡറിൽ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത്യാവശ്യം നമ്മൾ കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ബ്ലെൻഡറിൽ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് വേണം ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇത് ഞാൻ കുഴച്ചിട്ട് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴച്ച ശേഷം കുറച്ച് നേരം എടുത്ത് വെക്കുക. വെള്ളത്തിൻ്റെ ആ പരുവൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിന്നാക്കേണ്ട, എന്നാൽ നല്ല കട്ടിയിലും പാടില്ല, അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു മൂടി വെച്ചിട്ട്, ഇത് ഇങ്ങനെ ചെറിയ പൂരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് പരത്തുന്ന സമയത്ത് ഇങ്ങനെ ക്രാക്സൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മാവ് കുഴച്ചത് ശരിയായിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും. വെള്ളം ഒരുപാട് ആവരുത് കേട്ടോ.
പിന്നെ ഈ ഒരു പൂരി ഫ്രൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എണ്ണ അത്യാവശ്യം എടുക്കണം കേട്ടോ. എണ്ണ കുറച്ചെടുത്തിട്ട് നമ്മൾ അതിൽ പൂരി ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ എണ്ണയുടെ ചൂട് ഒരു നല്ലോണം എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൂരി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക, കാരണം പെട്ടെന്ന് ഇത് ഗോൾഡൻ കളറാവും. അപ്പോൾ അകത്ത് കുക്കാവാണ്ട് പിന്നെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും വരില്ല. അപ്പോൾ കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് കോരി മാറ്റരുത്, അപ്പോൾ ആ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് കുറേയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഒരു ടൈമിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ആ ഒരു എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത പാടന്നെ ഒരു സ്പൂൺ കൊണ്ട് ആ ഒരു പൂരിയുടെ നടുക്കായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ പരത്തിയെടുത്തത് ഭയങ്കര തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. മുകളിൽ ചെറിയ ക്രാക്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെത് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തിന്നാക്കാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ നമുക്കിതിലേക്കുള്ള ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പൂരി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 1-2 തവണ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ പുറത്തുനിന്ന് ഒരു പ്രാവശ്യം കഴിച്ചപ്പം എനിക്ക് അത് ഞാൻ അത്രയും ടേസ്റ്റ് വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം എനിക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓൾറെഡി തലേ ദിവസം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് എളുപ്പമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ്താർ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ടാണ്. അപ്പം ഒരു ദിവസം മുമ്പ് തന്നെ നമ്മളിത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ പൂരി അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക. നാട്ടിലൊക്കെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരൊക്കെ ഉണ്ടാവില്ലേ, അതെടുക്കുക കേട്ടോ. അപ്പം പുളിയില്ലാത്ത തൈര് തന്നെ വേണം, പുളിയില്ലാതെ എടുക്കരുത്. ഇനി ഈ ഒരു തൈരിലേക്ക് ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈര് കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവണം, പുളി പാടില്ല, അങ്ങനെ ആയിരിക്കണം. ഇതിൻ്റെ മെയിൻ പേര് തന്നെ ദാഹി പൂരി എന്നാണല്ലോ. ഞാൻ ബാക്കിയുള്ള പൂരിയൊന്നും പൊരിച്ചെടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ആ 1 കപ്പ് റവ വെച്ചിട്ടുള്ള പൂരി ഉണ്ടാക്കുകയാണെങ്കിൽ, അത്രയും പൂരി തയ്യാറാക്കുകയാണെങ്കിൽ ഇത്രയും തൈര് വേണ്ടി വരും. പിന്നെ നമ്മൾ പാനിപൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ വെള്ളം, ആ ഒരു വെള്ളം കൂടി ഉണ്ടാക്കിയെടുക്കണം. അത് ഓപ്ഷണലാണ്, എന്നാലും അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മല്ലിയില, പുതിനയില, കുറച്ച് ഉപ്പ്, പച്ചമുളക് 2 ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടി ബ്ലെൻഡറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളം ഒന്നും അധികം വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല ഞാൻ. ചെറുനാരങ്ങയുടെ നീരിലാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അപ്പം വല്ലാണ്ട് ലൂസാക്കി എടുത്തിട്ടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയാക്കിയിട്ടില്ല. ആ ഒരു വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പാനി റെഡി ആയിട്ടുണ്ട്. ഇത് എരിവും പുളിയും കൂടിയുള്ള നല്ലൊരു ഒരു വെള്ളമാണ്. ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ നമ്മുടെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇംലി ചട്നീൻ്റെ റെസിപ്പി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതും ഇതിലേക്ക് അത്യാവശ്യമാണ്. അപ്പം ഇങ്ങനെ പാനിപൂരി, ദാഹിപൂരി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൊരു സോസാണത് കേട്ടോ. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് 1 വേവിച്ചതാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്ത്, എന്നിട്ട് തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഉടച്ചതാണ്. എന്നിട്ട് വീണ്ടും ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പൂരി മാത്രം റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഭയങ്കര ഈസി ആകും. പിന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ പൂരി ഫ്രൈ ചെയ്തിട്ടുള്ള പൂരിയാണ്. നമ്മൾ കറക്റ്റ് രീതിയിൽ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നല്ല ആ ഒരു സൗണ്ടൊക്കെ വരും, നല്ല ക്രിസ്പായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ പൂരിയും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കുക.
അപ്പോൾ ഇനി നമുക്ക് ആദ്യം പൊട്ടാറ്റോയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊട്ടാറ്റോയിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടല അതൊക്കെ ചേർക്കാം. പക്ഷേ പിന്നെയും നമ്മുടെ വർക്ക് കുറച്ചും കൂടി പോവാണ്. അപ്പോൾ എത്രയും സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോ വെച്ച് കൊടുത്തു. എന്നിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇംലി ചട്നി അല്ലെങ്കിൽ ഇംലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരും പഞ്ചസാരയും കൂടി ചേർത്തുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഓരോ ടീസ്പൂൺ എല്ലാം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരും പഞ്ചസാരയും കൂടിയുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഈ ഗ്രീൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും ഡെക്കറേഷനായിട്ട് കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് തൈര് വെച്ചിട്ടുള്ള ഒരു പൂരിയാണല്ലോ, ദാഹി പൂരി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ തൈര് മുകളിലൊന്ന് ഡെക്കറേഷനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ്ചറാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിക്സ്ചർ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ സേവ് എന്ന് പറയും. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിക്സ്ചറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ജസ്റ്റ് അതൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണമെന്നില്ല. പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട് ചിലർ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാക്സിമം സിമ്പിളാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദാഹി പൂരി. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പാനിപൂരിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വോയിസ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ വിചാരിച്ചതായിരുന്നു ഞാൻ എന്താ പറയുക, വോയിസ് കൊടുത്തിട്ട് പാനിപൂരി ഒന്നും കൂടി ഷെയർ ചെയ്യണമെന്ന്. പിന്നെ അങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഇതിപ്പം ഞാൻ അടുത്ത് ഒരു ഷോപ്പിൽ നിന്ന് കഴിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വീണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാനതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തവണ നിങ്ങളിത് കഴിക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. അതായത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റമദാൻ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.